സകല ജനപദങ്ങളുടെയും നാഥ എന്ന പരിശുദ്ധ അമ്മയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഹൃദയങ്ങളിൽ മഴവില്ലായി തെളിയുന്നോരമ്മേ, തണലായി ഈ മരുഭൂവിൽ അളവില്ലാ സ്നേഹം നൽകണമേ. മെഡ്ജുഗോറിയയിലെ മാതാവ് സമാധാനത്തിന് രാജ്ഞി. 1981 ജൂലൈ 24 പരിശുദ്ധ അമ്മ മെഡ്ജുഗോറിയയിലെ കുന്നിൻ ചെരുവുകളിൽ ആട് മേയിച്ചുകൊണ്ടിരുന്ന 6 കുട്ടികൾക്ക് ദർശനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ജൂൺ 24 ആദ്യ ദർശനത്തിൽ പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ കയ്യിൽ വഹിച്ചിരുന്നു. 25 പരിശുദ്ധ അമ്മ ചാരനിറമുള്ള ഉടുപ്പും നീണ്ട മേലങ്കിയും തലമുണ്ടും ധരിച്ച് പ്രത്യക്ഷപ്പെട്ടു. ജപമാല കരങ്ങളിൽ തൂങ്ങിക്കിടന്നിരുന്നു. മെഡ്ജുഗോറിയയിലെ സന്ദേശങ്ങളുടെ സംക്ഷിപ്തം ഇതാണ്: സമാധാനം, വിശ്വാസം, മാനസാന്തരം, പ്രാർത്ഥന, ഉപവാസം എന്നിവയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ ദൈവമാതാവ്, സമാധാന രാജ്ഞിയാണ്. 4 വിധത്തിൽ സമാധാനം നമുക്ക് ആവശ്യമാണ്. 1. ഹൃദയ സമാധാനം. അത് നേടേണ്ടതിന് മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കണം. 2. കുടുംബ സമാധാനം. ഇത് നേടേണ്ടതിന് കുടുംബങ്ങളിൽ ദൈവത്തിന് കേന്ദ്രസ്ഥാനം കൊടുക്കണം. 3. സമൂഹ സമാധാനം. ഇത് നേടേണ്ടതിന് ക്ഷമിക്കാൻ തയ്യാറാകണം. 4. ലോക സമാധാനം. ഇത് നേടേണ്ടതിന് ദൈവവുമായി ബന്ധപ്പെടുക. അന്നു മുതൽ മെഡ്ജുഗോ നിവാസികൾ സമാധാന രാജ്ഞിയുടെ നാമത്തിൽ അനുഷ്ഠിച്ചു വരുന്ന പ്രത്യേക പ്രാർത്ഥനയാണ് സമാധാന കൊന്ത. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന രാജ്ഞി, ദൈവകുമാരന്റെ അമ്മേ, ലോകം മുഴുവനിലും അങ്ങേ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. അലിവിന്റെ